നമസ്കാരം. ഈ കാർഡ് ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മീഡിയ വൺ ചാനലിൻ്റെ ഒരു ദിവസത്തെ ഔട്ട് ഓഫ് ഫോക്കസിൻ്റെ ചർച്ചയിലെ തലവാചകമായിരുന്നു യോഗി ആദിത്യനാഥിൻ്റെ നാട്ടിൽ മുസ്ലിങ്ങൾ ജീവിക്കുന്നത് പിണറായിയുടെ തണലിലല്ല എന്ന്. ജമാഅത്തെ ഇസ്ലാമിയുടെ ശൂറ അംഗം കൂടിയായ സി ദാവൂദ് ഔട്ട് ഓഫ് ഫോക്കസ് ചർച്ചയ്ക്കിടെ സമർത്ഥിക്കുകയാണ് കേരളത്തിലെ CPM-നേക്കാളും പിണറായി വിജയനേക്കാളും നല്ലത് യോഗി ആദിത്യനാഥും BJP-യും ആണെന്ന നരേറ്റീവിനായി ശ്രമിക്കുന്നതായി ഇത് വായിച്ചപ്പോൾ എനിക്ക് തോന്നി. കേരളത്തിലെ സംഘപരിവാർ വിരുദ്ധരായ ഇടതു ചിന്ത വച്ചു പുലർത്തുന്ന വ്യക്തിത്വങ്ങളെ, അത് നേതാക്കളായിക്കോട്ടെ, സാംസ്കാരിക പ്രതിഭകളായിക്കോട്ടെ, അങ്ങനെയുള്ള ആളുകളെ മുഴുക്കെ സംഘപരിവാർ ചാപ്പയടിച്ച് മീഡിയ വണ്ണും ജമാഅത്തെ ഇസ്ലാമിയും ഇന്ന് എത്തിപ്പെട്ട അവസ്ഥയാണ് ഈ വാക്കുകളിൽ ഉള്ളത്. അത് സ്വാഭാവികമായി എത്തപ്പെട്ടതാണോ, അതോ ഏതെങ്കിലും പദ്ധതിയുടെ അൾട്ടിമേറ്റ് ക്ലൈമാക്സിൻ്റെ ലക്ഷണമാണോ? ആണ് എന്ന് വെളിപ്പെടുത്തുന്ന രേഖകൾ അധികം അകലെയല്ലാത്ത ഭൂതകാലത്തിലുണ്ട്. അതാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. മുസ്ലിം സമൂഹത്തിൻ്റെ സമ്പൂർണ്ണ നേതൃത്വം എന്ന് സ്വയം ഭാവിച്ച് ജമാഅത്തെ ഇസ്ലാമിയും അതുവഴി അവരുടെ മാധ്യമമായ മീഡിയ വണ്ണും കേരളത്തിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? മീഡിയ വൺ വഴി ജമാഅത്തെ ഇസ്ലാമി ഇതുവരെ സംഘിച്ചാപ്പകൾ നൽകിയത് ആർക്കൊക്കെയാണ് എന്ന് ആദ്യം നോക്കാം. പിണറായി വിജയൻ, VS അച്യുതാനന്ദൻ, VS മരിച്ചതിന് ശേഷവും അടങ്ങിയിട്ടില്ല കേട്ടോ, MV ഗോവിന്ദൻ, P ജയരാജൻ, A വിജയരാഘവൻ, M സ്വരാജ്, ഇങ്ങനെ ഒരു വലിയ പട്ടികയുണ്ട്. ഏറ്റവും ഒടുവിൽ KK ശൈലജയുടെ ചാപ്പയടി മീഡിയ വൺ ലാബിൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. മുഖ്യധാര രാഷ്ട്രീയത്തിലേ ഇല്ലാത്ത N കണ്ണനെ പോലുള്ള ബഹുമാന്യരായ നേതാക്കളെ ചരിത്രത്തിൽ നിന്ന് വലിച്ചു പുറത്തിട്ട് വ്യാജ വാർത്ത നൽകി സംഘി ചാപ്പ അണിയിക്കുന്ന അസാധാരണ വിരുത് നമ്മൾ അടുത്ത കാലത്ത് കണ്ടതാണ്. ഏറ്റവും അവസാന ഘട്ടത്തിൽ ശാസ്ത്രപ്രചാരകനായ വൈശാഖൻ തമ്പിയെ വരെ വ്യാജ നറേറ്റീവുകളും വാർത്തകളും ഉണ്ടാക്കി സംഖ്യയാക്കി ചിത്രീകരിക്കുന്ന രീതിശാസ്ത്രം അതിൻ്റെ തുടർച്ചയായി ചുറ്റിലും രൂപപ്പെടുന്നത് കാണാം. ഇടത് ഹിന്ദുത്വ എന്ന ആരോപണമാണ് ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന പ്രധാന അജണ്ട. ഹിന്ദു പേരുള്ള നേതാക്കളാണ് അവരുടെ ചാപ്പ പട്ടികയിൽ കൂടുതലും. എങ്കിലും സംഘപരിവാറിന്റെ രാഷ്ട്രീയത്തിന്, പ്രത്യക്ഷ രാഷ്ട്രീയത്തിനൊപ്പം ആഴത്തിൽ പ്രതിരോധം തീർക്കുന്ന സാഹിത്യ, സാംസ്കാരിക, ശാസ്ത്ര പ്രചാരകരെ നേതാക്കൾക്കുപരിയായി തരംതിരിച്ച് ചാപ്പകുത്തുന്ന പണിയും നടക്കുന്നുണ്ട്. മീഡിയ വൺ ചാനലിന്റെ റോൾ നിർണായകമാണ് അതിൽ. ഒരുപക്ഷെ സംഘപരിവാർ നാവായ ജനം TVക്ക് സമാന്തരമായി മറ്റൊരു ആഖ്യാന കേന്ദ്രമായി മാറുകയാണത്. നരേറ്റീവ് തീരുമാനിച്ച് അതിനനുസരിച്ച് വ്യാജ വാർത്തകളെങ്കിൽ വ്യാജ വാർത്തകൾ, വ്യാജ സൂചനകളെങ്കിൽ അങ്ങനെ എല്ലാം നൽകുന്നത് നമുക്ക് കാണാം. അത് കേവലം ചാനൽ റേറ്റിംഗിലുള്ള പദ്ധതിയല്ല, വെറുമൊരു ടെലിവിഷൻ പദ്ധതിയുമല്ല. പിന്നെന്താണ്, എന്തുകൊണ്ടാണ്, എപ്പോൾ മുതലാണ് ആരംഭിച്ചത്? അതറിയാൻ കുറച്ചുനാൾ മുമ്പത്തെ ഒരു സംഭവത്തിലേക്ക് നമ്മൾ പോകണം. 2023 ജനുവരി 14 അന്ന് നടന്ന ഒരു സംഭവം. അന്നാണ് ജമാഅത്തെ ഇസ്ലാമിയും മറ്റു ചില മുസ്ലിം സംഘടനകളും ചേർന്ന് RSS നേതൃത്വവുമായി ചർച്ചയ്ക്ക് പോയത്. ആദ്യം രഹസ്യമാക്കി ജമാഅത്തെ ഇസ്ലാമി സൂക്ഷിച്ചു വെച്ചതും പിന്നീട് പരസ്യമാക്കപ്പെട്ടതുമായ ഒരു വമ്പൻ ചർച്ച. ആ ചർച്ചയിൽ ഉണ്ടായത് എന്താണ്? ഡീലാണോ? ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നതും അതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? നമ്മൾ ഈ വീഡിയോയിൽ ഇനി അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്, ആ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങളിലേക്ക്. കൂടിക്കാഴ്ച നടന്ന് കുറേ നാൾ കഴിഞ്ഞ് ഇക്കാര്യം വാർത്തയായി. മുസ്ലിം സംഘടനകളുമായി സംഘപരിവാർ ചർച്ച നടത്തിയത് എന്തിന് എന്ന ചോദ്യം ഉയർന്നു. കേരളത്തിലെ മുസ്ലിങ്ങളുടെ ആകെ പ്രാതിനിധ്യം ജമാഅത്തെ ഇസ്ലാമിക്ക് RSS പതിച്ചു കൊടുക്കുകയും അതവർ ഏറ്റെടുക്കുകയും RSSന്റെ പദ്ധതി അതുവഴി നടത്തുകയും ചെയ്യുക എന്നുള്ള എളുപ്പ മാർഗമാണോ സ്വീകരിക്കപ്പെട്ടത് എന്ന ചോദ്യം ഉയർന്നു. കേരളത്തിലെ മുസ്ലിം സംഘടനകൾ ഒന്നാകെ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ രംഗത്തെത്തിയ കാഴ്ചയും നമ്മൾ പിന്നീട് കണ്ടു. സംഭവം വിവാദമായതോടെ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കൾ വിശദീകരണവുമായി എത്തി. T ആരിഫ് അലി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിനോട് ഇക്കാര്യം സ്ഥിരീകരിച്ചു. അതിനെ ഉദ്ധരിച്ച് മനോരമ ഫെബ്രുവരി 14 റിപ്പോർട്ട് ചെയ്ത വാർത്ത ഇങ്ങനെയാണ്: നിർണായക രാഷ്ട്രീയ നീക്കത്തിൽ RSS നേതൃത്വവുമായി ചർച്ച നടത്തി എന്ന് ജമാഅത്തെ ഇസ്ലാമി അതുവഴി സ്ഥിരീകരിച്ചു. ജനുവരി 14 ന്യൂഡൽഹിയിൽ വെച്ച് നടന്ന ചർച്ചയിൽ ജമാഅത്തെ ഇസ്ലാമി ജനറൽ സെക്രട്ടറി T ആരിഫ് അലി അതിൻ്റെ വിശദാംശങ്ങൾ എന്താണ് എന്ന് വാർത്തയിൽ വ്യക്തമാക്കി. കേന്ദ്ര സർക്കാരിനെ നിയന്ത്രിക്കുന്നവർ എന്ന നിലയിലാണ് RSS നേതൃത്വവുമായി ചർച്ച ചെയ്തത്. മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ SY ഖുറേഷി, ഡൽഹി മുൻ ലഫ്റ്റനന്റ് ഗവർണർ നജീബ് ജംഗ്, ഷാഹിസ് സിദ്ദിഖി, സായി ഷർവാണി എന്നിവർ 2022 ഓഗസ്റ്റിൽ RSS മേധാവി മോഹൻ ഭാഗവത്തുമായി ഒരു ചർച്ച നടത്തിയിരുന്നു. അതിന്റെ തുടർച്ചയായിട്ടാണ് ജമാഅത്തെ ഇസ്ലാമി RSS ചർച്ച നടന്നത്. ഇപ്പോൾ നടന്നത് രണ്ടാം നിര നേതാക്കളുമായുള്ള ചർച്ചയാണ്. ഇനി മുൻനിര നേതാക്കളുമായി ചർച്ച നടക്കും. ഇതാണ് ആരിഫ് അലി പറഞ്ഞത്. കേന്ദ്ര സർക്കാരിനെ നിയന്ത്രിക്കുന്ന സംഘടനയുമായി ചർച്ചയ്ക്കില്ലെന്ന് മുൻവിധികളോട് തീരുമാനിക്കുന്നത് ശരിയല്ല എന്നും അദ്ദേഹം ആ റിപ്പോർട്ടിൽ പ്രതികരണത്തിൽ ചൂണ്ടിക്കാണിച്ചു.
എന്നാൽ 2023 ഫെബ്രുവരി 15 ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ RSS ജമാഅത്തെ ഇസ്ലാമി ചർച്ചയ്ക്ക് സ്ഥിരീകരണം നൽകി RSS നേതാവ് ഇന്ദ്രേഷ് കുമാറും രംഗത്തെത്തിയത് നമ്മൾ കണ്ടു. എയിം ഈസ് ടു റിസോൾവ് ഇഷ്യൂസ് ഓഫ് ഡീകോഡ് ബിറ്റ്വീൻ ഹിന്ദുസ് മുസ്ലിംസ് എന്ന തലക്കെട്ടിൽ ഇന്ദ്രേഷ് കുമാറുമായി കെ ശ്രീജിത്ത് നടത്തിയ അഭിമുഖത്തിൽ ചർച്ചയുടെ വിശദാംശങ്ങളിൽ ചിലത് പുറത്തുവിട്ടു. ആ അഭിമുഖത്തിലെ പ്രധാന പോയിന്റുകൾ ഇതായിരുന്നു. ജനുവരി 14 ന്യൂഡൽഹിയിൽ ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് ഉൾപ്പെടെയുള്ള ചില മുസ്ലിം സംഘടനകളുമായി ഒരു അടച്ചിട്ട വാതിൽ യോഗം നടത്തി. RSSനെ പ്രതിനിധീകരിച്ച് സഹകാര്യവാഹക് DR ഗോപാലകൃഷ്ണയും ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ഇന്ദ്രേഷ് കുമാറും പങ്കെടുത്തു. 2 പതിറ്റാണ്ടിലേറെയായി മുസ്ലിം സംഘടനകളുമായുള്ള RSSന്റെ ആശയവിനിമയത്തിൽ പ്രധാനപ്പെട്ട ദൗത്യം നിർവഹിക്കുന്ന ആളാണ് ഇന്ദ്രേഷ് കുമാർ. ലവ് ജിഹാദ്, മറ്റ് മതങ്ങളിൽപ്പെട്ടവരെ കാഫിർ എന്ന് വിളിക്കൽ, ആരാധനാലയങ്ങൾ തകർക്കൽ, ഗോവധം തുടങ്ങിയ വിഷയങ്ങൾ ഈ മുസ്ലിം സംഘടനകളോട് അവർ ഉന്നയിച്ചു. പിന്നാലെ അതതിടങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിലും സഹകരണത്തിനുള്ള സാധ്യത തേടി. തുടർ ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും അത് ജില്ലാ സംസ്ഥാന തലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമെന്നും അദ്ദേഹം ആ അഭിമുഖത്തിൽ പറഞ്ഞു. ഇന്ദ്രേഷ് കുമാറിന്റെ വെളിപ്പെടുത്തലിൽ ഏറ്റവും രസകരമായ കാര്യം ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള സംഘടനകൾ അങ്ങോട്ട് ചർച്ച ആഗ്രഹിച്ചു വന്നു എന്നുള്ള പരാമർശമാണ്. അവർ ഞങ്ങളുമായി ഒരു സംഭാഷണം നടത്താൻ ആഗ്രഹിച്ചു. രാഷ്ട്രീയേതര സ്ഥാപനമായ മുസ്ലിം രാഷ്ട്രീയ മഞ്ച് മറ്റുള്ളവരോടുള്ള അവരുടെ തെറ്റായ പ്രതിനിധാനം ഇല്ലാതാക്കാൻ മുസ്ലിം സംഘടനകളുമായി ചർച്ച നടത്തിയിരുന്നു. അതിനുശേഷം ഈ സംഘടനകളുമായി ഒരു സംഭാഷണം നടത്താൻ അവർ RSSനെ ക്ഷണിച്ചു. RSSുമായി ദേശീയ തലത്തിലുള്ള ഒരു സംഭാഷണം നടത്താൻ അവർ ആഗ്രഹിച്ചു. മറ്റെല്ലാ മതങ്ങളെയും ബഹുമാനിക്കണമെന്നും ഞങ്ങൾ ആവശ്യപ്പെട്ടു. ലവ് ജിഹാദ് വഴിയോ മറ്റേതെങ്കിലും മാർഗത്തിലൂടെയോ ഒരു തരത്തിലുള്ള മതപരിവർത്തനത്തിനും ഏർപ്പെടില്ല എന്ന് അവർ പ്രതിജ്ഞയെടുക്കണം. എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുക എന്നതാണ് ഇന്ത്യൻ രീതി. ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യം ഉപയോഗിക്കുന്നതിനെതിരെ ഇത്രയധികം വെറുപ്പ് എന്തുകൊണ്ട്? മുസ്ലിം സംഘടനകൾ എന്തിനാണ് അതിനെ എതിർക്കുന്നത്? ഗോവധ വിഷയവും ഉയർന്നു എന്നാണ് RSS നേതാവിന്റെ പ്രതികരണം ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തത്. ഇതിന് പിന്നാലെ ജമാഅത്തെ ഇസ്ലാമിയുടെ കർസേവ എന്ന തലക്കെട്ടിൽ ദേശാഭിമാനി അന്ന് മുഖപ്രസംഗം എഴുതി. 2023 ഫെബ്രുവരി 20 അത് ജമാഅത്തെ ഇസ്ലാമി RSSന് കീഴടങ്ങി എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു. അതായത് 2023 ഫെബ്രുവരിയിലെ ചർച്ചയാണ് എന്നാലോചിക്കണം. അതിനുശേഷം മീഡിയ വണ്ണിനുണ്ടായ മാറ്റം അതാണ് നമ്മൾ ഈ വീഡിയോയിൽ ആധാരമായി മുന്നോട്ട് വെച്ചത്. അതിനുശേഷമുള്ള വീഡിയോകൾ നിങ്ങൾ യൂട്യൂബിൽ മീഡിയ വണ്ണിൽ കയറി നോക്കുക. അവിടെ സംഘീചാപ്പകളുടെ നിരകൾ കാണാം. അതിനു മുമ്പും ആ തരത്തിലുള്ള സൂചനകൾ അവർ പ്രകടിപ്പിച്ചു എന്നുള്ളതും വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ അവർ ആഗ്രഹിച്ചിരുന്നു, ചർച്ചയ്ക്കുള്ളൊരു പ്ലോട്ട് അവർ ഒരുക്കിയിരുന്നു. ചർച്ചയ്ക്ക് ശേഷം ഈ മട്ടിലുള്ള അതിഭയങ്കരമായ സംഘീചാപ്പയുടെ ദൈനംദിന പ്രവർത്തനം അവരുടെ ചാനലുകളിലും കാണാം. ഏതായാലും ദേശാഭിമാനിയുടെ മുഖപ്രസംഗത്തിൽ ഉന്നയിക്കപ്പെട്ട പ്രധാന കാര്യം നോക്കാം. യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിയും RSSും ഒരേ തൂവൽ പക്ഷികളാണ് എന്ന് രാജ്യത്തെ മതനിരപേക്ഷ സമൂഹം പണ്ടേ തിരിച്ചറിഞ്ഞതാണ്. RSSന്റെ ലക്ഷ്യം ഹിന്ദു രാഷ്ട്രമാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം ഇസ്ലാം രാഷ്ട്രവും. ഇത്തരം ചുരുക്കം ചില സംഘടനകളെ ചൂണ്ടിക്കാണിച്ചാണ് പച്ച കള്ളങ്ങൾ പ്രചരിപ്പിച്ച് സംഘപരിവാർ ഇസ്ലാം ഭീതി പടർത്തുന്നത്. ഹിന്ദുക്കൾക്കിടയിൽ മാത്രമല്ല, ക്രൈസ്തവർക്കിടയിൽ പോലും ഇത് പ്രചരിപ്പിക്കുന്നതിൽ അവർ വിജയിച്ചിട്ടുണ്ട് ഒരു പരിധിവരെ. പുറമേ ശത്രുക്കളായി നടക്കുമെങ്കിലും RSSും ജമാഅത്തെ ഇസ്ലാമിയും പരസ്പരം സഹായിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമി പ്രതിനിധാനം ചെയ്യുന്നു എന്ന് അവകാശപ്പെടുന്ന സമുദായം ഇത് തിരിച്ചറിയുന്നുണ്ട് എന്നാണ് പ്രതികരണങ്ങൾ തെളിയിക്കുന്നത്. CPM ആണ് ഇത് വിവാദമാക്കുന്നത് എന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ആരോപണം ഈ നിരാശയിൽ നിന്നുണ്ടായതാണ്. ഇതാണ് ദേശാഭിമാനി മുഖപ്രസംഗത്തിലെ പ്രധാന ഭാഗം. ഈ കൂടിക്കാഴ്ചയിലെ അനീതിയെക്കുറിച്ച് AM ഷിനാസ് അന്നൊരു ലേഖനവും എഴുതിയിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയെ RSS ഏൽപ്പിച്ച ദൗത്യം എന്ത് എന്ന് ചോദിക്കപ്പെടുന്നുണ്ട്. ആ സാഹചര്യത്തിൽ ആശയപ്രപഞ്ചത്തിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ ഉത്ഭവസ്ഥാനമായ ജമാഅത്തെ ഇസ്ലാമിക്ക് വേറൊരു പേടിയുമുണ്ട്. ഏതാനും മാസം മുമ്പാണ് രായ്ക്ക് രാമാനം കേന്ദ്ര ഏജൻസികൾ പോപ്പുലർ ഫ്രണ്ടിന്റെ സമുന്നത നേതാക്കളെ അറസ്റ്റ് ചെയ്തത്. ഇതൊരു പേക്കിനാവായി ജമാഅത്തെ ഇസ്ലാമിയും വേട്ടയാടുന്നുണ്ടാകും. ജമാഅത്തെ ഇസ്ലാമി കുറുക്കനെ തേടിപ്പോകുന്ന കോഴി എന്ന് സുപ്രഭാതം ദിനപത്രത്തിന്റെ എഡിറ്റോറിയൽ പേജിൽ ഷഫീഖ് താനൂരും ലേഖനം എഴുതി. ചുരുക്കത്തിൽ പോപ്പുലർ ഫ്രണ്ടിനെതിരായ നീക്കം കണ്ട് ജമാഅത്തെ ഇസ്ലാമിയും പേടിച്ചു. അവർ കുറുക്കനെ തേടിപ്പോയി. കോഴി എന്തിനും തയ്യാറായി. RSS നേതൃത്വം സംവാദത്തിന് ഒരുങ്ങി. എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ വേണം എന്ന് നിർദ്ദേശിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ പൂർണ്ണ സമ്മതത്തോടെ ആദ്യഘട്ട ചർച്ച സന്തോഷകരമായി പിരിഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിയുടെ മലയാളം ന്യൂസ് ചാനലായ മീഡിയ വണ്ണിന്റെ നിരോധനവും പിൻവലിക്കലും ഉണ്ടായതും ഇതിനോട് ചേർത്ത് വായിക്കണം. അതിന്റെ തുടർച്ചയായി സുപ്രീം കോടതി വരെ കേസ് പോയ സാഹചര്യമുണ്ടായിരുന്നു. എന്നാൽ ഈ ചർച്ചയ്ക്ക് ശേഷം മീഡിയ വൺ ചാനലിനെതിരായ നീക്കത്തിലും BJP സർക്കാർ ഇളവ് നൽകി. അതിനു മുമ്പുണ്ടായതുപോലെ നിരന്തരമായ പേടിപ്പെടുത്തലില്ല. ലൈസൻസ് പുതുക്കൽ ഘട്ടങ്ങളിൽ ഭീഷണികളില്ല. തിരിച്ച് അതിന്റെ പ്രത്യുപകാരം ചാനൽ വഴി ലഭിക്കുകയും ചെയ്യുന്നു. കോടതിയിൽ ഒരു തരത്തിലുള്ള ചൊറയും രാഷ്ട്രീയമായി ഒരു തരത്തിലുള്ള ചൊറയും അവർക്ക് ഉണ്ടാകുന്നേയില്ല.
ടി ആരിഫ് അലി പറഞ്ഞ അടുത്ത ഘട്ട ചർച്ച നിർണായകമാണ്. ഈ വീഡിയോയുടെ തുടക്കത്തിൽ അദ്ദേഹം വിശദീകരിച്ച അന്നത്തെ വാർത്തയിൽ വിശദീകരിച്ച കാര്യം എന്താണ് എന്ന് ഇക്കാലത്ത് അത് ആലോചിക്കപ്പെടുകയാണ്. ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ജമാഅത്തെ ഇസ്ലാമി എന്തൊക്കെ കാര്യങ്ങളാണ് തങ്ങളുടെ പ്രവർത്തന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയത്? നിരവധി ചോദ്യങ്ങളുണ്ട്. 2023 ജനുവരി 14 ശേഷം ജമാഅത്തെ ഇസ്ലാമി കേരളത്തിലെ മുഖ്യ രാഷ്ട്രീയ വിഷയങ്ങളിൽ മാറ്റം വരുത്തിയത് എങ്ങനെ? അതുവരെ മുഖ്യ എതിരാളിയായി RSSനെയും BJPയും പ്രതിഷ്ഠിച്ചിരുന്ന ജമാഅത്തെ ഇസ്ലാമിയും മീഡിയ വണ്ണും പിന്നീട് CPMനെ മുഖ്യ ശത്രുവാക്കുന്ന ആ നിരയിലേക്ക് എത്തിച്ചത് എങ്ങനെ? കടുത്ത സംഘപരിവാർ വിരുദ്ധരായ CPM നേതാക്കളെ ജമാഅത്തെ ഇസ്ലാമിയും അവരുടെ മാധ്യമങ്ങളായ മീഡിയ വണ്ണും മാധ്യമം പത്രവും കൈകാര്യം ചെയ്യുന്ന രീതിയിൽ എന്ത് മാറ്റമാണ് ഉണ്ടായത്? ജമാഅത്തെ ഇസ്ലാമിയുടെ സുപ്രധാന സംസ്ഥാന സമിതിയിലെ അംഗം C ദാവൂദിന്റെ നേതൃത്വത്തിൽ തന്നെ മീഡിയ വൺ ചാനലിലൂടെ നേരിട്ട് കടുത്ത സംഘപരിവാർ വിരുദ്ധരായ നേതാക്കളുടെ വിശ്വാസ്യത തകർക്കും വിധത്തിലുള്ള ആഖ്യാനങ്ങൾ ചമയ്ക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിയും RSS ചർച്ചയും തമ്മിൽ ഇതിന്റെ ബന്ധം എന്താണ്? ഇതിന്റെ ആധാരം എന്താണ്? ശബരിമലയിൽ സാനിറ്ററി പാഡ് ചുമന്ന് യുവതികൾ കയറി എന്ന ജനം TVയുടെ വ്യാജ വാർത്തയുടെ മാതൃകയിൽ മലപ്പുറത്തെ ഒരു പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് വ്യാജ പ്രചരണം നടത്തിയത് അവരുടെ ഔട്ട് ഓഫ് ഫോക്കസ് എന്ന ചർച്ചയിൽ സമീപകാലത്താണ്. മലപ്പുറത്തെ മുസ്ലിങ്ങളെ പിണറായിയുടെ സംഘി പോലീസ് ആക്രമിക്കുന്നു എന്ന ആഖ്യാനം സൃഷ്ടിക്കുന്നതിനുള്ള ആധാരമാക്കാൻ മുസ്ലിം പേരുകാരനെ മാറ്റി പോലീസ് സ്റ്റേഷന്റെ ചുമതലയുള്ള ആൾ എന്ന് അതിനപ്പുറത്തുള്ള സ്റ്റേഷനിലെ ശശിധരൻ പിള്ളയെ ചിത്രീകരിച്ചു. അടുത്ത കാലത്ത് പൊളിഞ്ഞുപോയ ഒരു വാർത്ത. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് പാലത്തായി കേസിലെ വ്യാജ പ്രചരണങ്ങൾ. കോടതി ഉത്തരവിലുള്ള കാര്യം അപനിർമ്മിച്ച് KK ശൈലജ സംഘപരിവാർ കുറ്റവാളി പത്മരാജനെ സഹായിച്ചു എന്ന വ്യാജ ആഖ്യാനം അവരുണ്ടാക്കി. അതിൻ്റെ തുടർച്ച ഇപ്പോഴും വരുന്നു. കുടുംബത്തിനൊപ്പം നിന്ന KK ശൈലജയ്ക്കെതിരെ ചാനൽ നിരന്തരം എഡിറ്റോറിയൽ ചർച്ചകളും പ്രതികരണങ്ങളും പ്രത്യേക പരിപാടികളും നിരന്തരമായി ചെയ്യുന്നു. എന്നാൽ അവരുടെ ഹീറോ ആയി അവതരിപ്പിക്കപ്പെടുന്ന നേതാക്കൾ പാലത്തായി കേസിൽ ആ കുട്ടിയെ ആശ്വസിപ്പിക്കാൻ പോലും അവരുടെ വീട്ടിൽ പോയിട്ടില്ല എന്ന് മാത്രമല്ല, പ്രതിക്കെതിരെയോ സഹായം നൽകുന്ന സംഘപരിവാർ സംഘടനകൾക്കെതിരെയോ ഈ വിഷയത്തിൽ ഒരു വാക്ക്, ഒരു ഫേസ്ബുക്ക് കുറിപ്പ്, വിധി വന്നതിന് ശേഷം ആ കുട്ടിക്കും ആ കുടുംബത്തിനും അനുതാപം രേഖപ്പെടുന്ന കൂടെ നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു കുറിപ്പ് ഇടാൻ തയ്യാറാത്ത ആളുകളാണ്. അവരെ ഒളിപ്പിച്ചു വെച്ച് അവരെ രക്ഷിക്കുന്നതിന് വേണ്ടി ഈ മട്ടിൽ പ്രചരണം നടത്തുന്നത് കണ്ടാൽ നമുക്ക് തന്നെ ആകുലത തോന്നും. സംഘപരിവാർ വോട്ട് ഒരു ഭാഗത്തും SDPI ജമാഅത്തെ ഇസ്ലാമി വോട്ട് മറുവശത്തും ഒരേപോലെ കൊണ്ടു നടക്കുന്ന ഡിപ്ലോമാറ്റുകൾ. അവിടെയാണ് മീഡിയ വൺ TV ജമാഅത്തെ ഇസ്ലാമി നടത്തുന്ന RSS ചർച്ചാനന്തര കാലത്തെ തന്ത്രം ഈ മട്ടിൽ പയറ്റുന്നത്. ഇതിനെല്ലാം പിന്നിൽ എന്ത് എന്ന ആകാംക്ഷ ചെന്നെത്തുക നേരത്തെ നമ്മൾ തുടക്കത്തിൽ വിശദീകരിച്ച ജമാഅത്തെ ഇസ്ലാമി RSS ചർച്ചയിലേക്കാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില ചോദ്യങ്ങൾ വരുന്നുണ്ട്. വീഡിയോയുടെ അവസാനം അതുകൂടി ഞാൻ പങ്കുവെക്കാം. ഒന്ന്, സംഘപരിവാർ രാഷ്ട്രീയത്തിന് കടുത്ത ഭീഷണിയായ ഇടതുപക്ഷ ചിന്താധാര ഉൾക്കൊള്ളുന്ന വ്യക്തിത്വങ്ങളെ മാത്രം സംഘി ചാപ്പയടിക്കുന്നത് എന്തുകൊണ്ടാണ്? ടാർഗറ്റ് ചെയ്ത് അസാധാരണമായി ഓരോരുത്തർക്കെതിരായി വീഡിയോകൾ ഓരോ ഘട്ടത്തിൽ ചെയ്യുന്നതിൻ്റെ പിന്നിൽ ആ ചർച്ചയുടെ തുടർച്ച ഉണ്ടോ? 2, ഇന്ത്യ മുഴുക്കെ ഇന്ത്യ മുന്നണി ശക്തമായ ഇടങ്ങളിലെല്ലാം തെരഞ്ഞെടുപ്പുകളിൽ BJP വിരുദ്ധ വോട്ട് ഏകീകരിക്കാനായി മുസ്ലിം വോട്ട് ഏകീകരിച്ച് ഉവൈസി നടത്തുന്ന നീക്കങ്ങൾ BJPക്ക് മുന്നിലുള്ള ഒരു പാഠമാണ്. ബീഹാറിൽ തന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തനി നിറം കാട്ടി നിതീഷിന്റെ നേതൃത്വത്തിലുള്ള BJP NDA സർക്കാരിനൊപ്പം നിൽക്കാമെന്ന് ഉവൈസി പറഞ്ഞത് നമ്മൾ അടുത്ത ദിവസങ്ങളിൽ കേട്ടതാണ്. സമാന നിലയിൽ കേരളത്തിൽ മുസ്ലിം വോട്ട് ഏകീകരണത്തിനുള്ള ദീർഘകാല ലക്ഷ്യം ജമാഅത്തെ ഇസ്ലാമിക്കുണ്ടോ? 3, അതിൻ്റെ ആദ്യഘട്ടം എന്ന നിലയിൽ കരുത്താർജിക്കാനും മുസ്ലിം ലീഗിൻ്റെ സ്പേസിൽ നുഴഞ്ഞു കയറാനുമുള്ള എളുപ്പമാർഗമായിട്ടാണോ UDF സഖ്യം? 4, കരുത്താർജിക്കുമ്പോൾ UDFിലെ മുസ്ലിം വോട്ടുകളെ തങ്ങളുടെ പിന്നിൽ അണിനിരത്തിയതിനു ശേഷം കേരളത്തിൽ BJP വിരുദ്ധ ന്യൂനപക്ഷ വോട്ടുകളെ ഉവൈസിക്ക് സമാനമായ നിലയിൽ ഭിന്നിപ്പിക്കാനുള്ള തന്ത്രം RSS ചർച്ചയിലെ നിർദ്ദേശമാണോ? 5, അതിനായി ഭാവിയിൽ UDFിനും ഭീഷണിയാകുന്ന വിധത്തിലുള്ള നിലപാട് എടുക്കുമോ? 6, 2031 ആകുമ്പോഴേക്കും കേരളത്തിൽ ജനാധിപത്യ വോട്ടുകളിൽ വിള്ളലുണ്ടാക്കി BJPക്ക് സഹായകരമായ രാഷ്ട്രീയ സാധ്യത തുറന്നുകൊടുക്കാനുള്ള നീക്കമാണോ ഈ UDF സഖ്യം? അതിന്റെ ആദ്യഘട്ടമാണോ? 7, ജമാഅത്തെ ഇസ്ലാമിയുടെ ശൂറ അംഗത്തെ തന്നെ മാധ്യമപ്രവർത്തകന്റെ കസേരയിൽ ഇരുത്തി മീഡിയ വണ്ണിലൂടെ ഈ കൊട്ടേഷൻ ജമാഅത്തെ ഇസ്ലാമി നടപ്പാക്കുകയാണോ? 8, മീഡിയ വണ്ണിനെ മുൻനിർത്തി ജമാഅത്തെ ഇസ്ലാമി പുറത്തുവിടുന്ന നരേറ്റീവുകൾ കേരളത്തിലെ സംഘപരിവാർ വിരുദ്ധ ജനാധിപത്യ സമൂഹത്തിനു മേൽ വലിയ ആഘാതമാണ് ഉണ്ടാക്കുന്നത്. ഈ കളികൾ RSSുമായുള്ള കരാറിലുള്ളതാണോ എന്ന ചോദ്യം വരും നാളുകളിൽ കൂടുതൽ വെളിവാക്കപ്പെടേണ്ട, കൃത്യമായി വിലയിരുത്തപ്പെടേണ്ട, BJPക്ക് മുന്നിൽ സംഘപരിവാർ ഏത് യാത്രയാണ്, ഏത് പദ്ധതിയാണ് നടപ്പാക്കപ്പെടുന്നത്, നയിക്കുന്നത് എന്നുള്ള വ്യക്തത കേരള സമൂഹം, ജനാധിപത്യ സമൂഹം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന കാര്യങ്ങളാണ്. ഇതിൻ്റെ തുടർ ചർച്ചകൾ നടക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.